ഹലോ, അസ്സാം വലൈക്കും. നാളെ നമ്മുടെ ഫാദിക്കുട്ടൻ്റെ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ ഡേ ആണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ഹെഡ് റോസ് ഫ്ലവർ വേണമെന്ന് പറഞ്ഞു മിസ്. അങ്ങനെ പോയി ഒരു ഫ്ലവറൊക്കെ മേടിച്ചിട്ട് വന്നു. സ്കൂളിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഫ്ലവർ അവിടെ എത്തുമോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരുടെയും കണ്ണ് വെട്ടിച്ച് ഞാൻ അതൊക്കെ ഒളിപ്പിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് രാവിലെ ഫാദിയെ റെഡിയാക്കി സ്കൂളിൽ വിട്ടു. ഫാദി സ്കൂളിൽ പോയിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫാദിയുടെ ഗ്രാജുവേഷൻ കാണാനായിട്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ക്ലാസ്സൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാദിയും കൂട്ടി വീട്ടിലേക്ക് വരാം കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ കുറച്ച് കുട്ടികൾ ഫ്ലവേഴ്സും ബക്കറ്റും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ ഫ്രണ്ടിൽ നിൽക്കുന്നതെല്ലാം നമ്മുടെ LKG കുഞ്ഞുങ്ങളാണ് കേട്ടോ. അവരുടെ പുറകെ നമ്മുടെ ഗ്രാജുവേറ്റ്സ്, നമ്മുടെ UKG കുട്ടികൾ വരുന്നുണ്ട്. എല്ലാവരും ഗൗണും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഫാദിക്കുട്ടിനെ കണ്ടോ നിങ്ങൾ? ഫാദി സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അവൻ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനാണെങ്കിൽ അവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പറയുന്ന കുട്ടികളുടെ കയ്യിൽ ഈ ഫ്ലവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ എത്തുമെന്ന് തന്നെ കൺഫ്യൂഷനാണ്. അവരുടെ മേജർ പണിയെന്ന് വെച്ചാൽ അതാണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്ന ഫ്ലവർ എനിക്കൊണ്ട് തരാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓഫ് ടേക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ടീച്ചേഴ്സ് കുട്ടികളെയൊക്കെ പിടിച്ച് കറക്റ്റായിട്ടൊക്കെ വെക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കും ഫാദി ഓടി ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉമ്മി എനിക്ക് വെള്ളം വേണം, എനിക്ക് സ്നാക്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ കൊണ്ട് തിരുത്തും. പിന്നെയും ഫാദി എഴുന്നേറ്റിങ്ങി വരും. അപ്പോഴത്തേക്കും ഫാദിയുടെ ആൻറ്റി വന്നിട്ട് ഫാദിക്ക് വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇന്നത്തെ പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാദിക്കുട്ടൻ്റെ ഒരു സ്പീച്ച് ഉണ്ട് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ചാണേ.
നമ്മുടെ ഗ്രാജുവേറ്റ്സിൻ്റെ ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫാദി ഇല്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫാദി കുട്ടിൻ്റെ സ്പീച്ചാണ് കേട്ടോ, ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ച്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുട്ടികളുടെയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ സ്പീച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് തന്നു. അപ്പോൾ പാരൻസും കുട്ടികളും കൂടിയാണ് കേട്ടോ ഒരുമിച്ച് പോയി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഇതേ നമ്മുടെ കുഞ്ഞു മക്കളുടെ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. വളരെ നന്നായിട്ട് കളിച്ചു. അവരെല്ലാവരും ടീച്ചേഴ്സിന് ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ. കാരണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ LKG കുട്ടികളെയൊക്കെ ഇതേപോലെ ട്രെയിൻ ചെയ്തിട്ട് അവർക്കും ഇതൊരു സന്തോഷമാണല്ലോ. എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഗ്രാജുവേഷനാണ് ഓർമ്മ വരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരേ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ, ആഫ്റ്റർ കോളേജ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തേക്കും ഫാദിക്ക് 5 വയസ്സായിട്ടുള്ളൂ. അവൻ്റെ സെക്കൻഡ് ഗ്രാജുവേഷനാണ്. അതെന്ന് വെച്ചാൽ അവൻ KG ടൈമിൽ KGയിൽ നിന്ന് LKGയിലേക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും KG സെക്ഷനിൽ നിന്ന് ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അടുത്തത്. എന്തൊക്കെയല്ലേ, അയ്യോ, ഓരോ സമയം പോകുന്നതിനനുസരിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവുന്നത്. നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഈ ഹാറ്റൊക്കെ വെച്ചിട്ട് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്കതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാമല്ലോ. ഇവിടെ ഈ കുട്ടികൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു കുട്ടികളല്ല, അവർക്കത് ഇതെന്താ ഒന്നും അവർക്കറിയത്തില്ല. അവരാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി ടീച്ചേഴ്സ് പറയുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതേപോലെയൊക്കെ ആയിരിക്കും വരുന്ന ഫ്യൂച്ചറിൽ. ഇനി എന്തൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത് സ്കൂൾസിലൊക്കെ പ്രോഗ്രാംസൊക്കെ എന്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ആസ് എ പാരൻറ്റ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല സന്തോഷമുണ്ട്. നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ്സും ഒക്കെ കിട്ടുന്നത് നമുക്കും കൂടെയുള്ളൊരു അച്ചീവ്മെൻ്റ് ആണല്ലോ. അവർ സ്പീച്ച് പഠിപ്പിച്ച് വിടുന്നതാണെങ്കിലും അതേപോലെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നതാണെങ്കിലും അത് കാണുമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷം തന്നെയാണ്. ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. നമ്മുടെ ആമി ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവൾ ഉണർന്നിട്ടുണ്ട്. ഉണർന്ന് ആകെ കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അങ്ങനെ അധികം ഞാനൊന്നും പോവാറില്ല. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് വീട്ടിൽ പോകണം. എവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് ഫ്രൂട്ടിയും എന്തൊക്കെയോ സ്നാക്സൊക്കെ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഫാദിക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിഭവം ഫാദിക്കുണ്ട്.